ഹലോ, ഇന്ന് വന്നിട്ടുള്ളതൊരു DIY വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് പേസ്റ്റ് ആയിട്ടുള്ള ടേബിളിൻ്റെ ഒരു മാറ്റാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ടേബിൾ പ്രൊട്ടക്ഷൻ മാറ്റ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ ഷേപ്പിൻ്റെ സെയിം ഷേപ്പിലാണ് ഞാൻ മാറ്റും കൂടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഒരു ടേബിളാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഓവൽ ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരു ഓവൽ ഷേപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മാറ്റാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിക്നെസ് ഉള്ള ക്ലോത്താണത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഞാൻ 8 ഫോൾഡ് ആക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 4 ചെയർ ടേബിൾ ആയതുകൊണ്ടാണ് 4 പീസ് മാറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ഡബിൾ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 8 പീസാണ്. ഈ ഒരു ക്ലോത്ത് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സെമി സർക്കിൾ ഇങ്ങനെ 2 എൻഡിലായിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ആ ഒരു സർക്കിൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഓവൽ ഷേപ്പിൽ ഈ ഒരു മാറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരച്ചെടുത്ത പോലെ തന്നെ 8 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് 8 ഫോൾഡ് ആക്കിയിട്ടായിരുന്നു എടുത്തിട്ടുള്ളത്. എന്നിട്ട് 8 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 4 പീസ് ലൈനിങ്ങിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് നിന്ന് ഞാൻ 4 ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെയർ പീസ് നമ്മൾ 2 എണ്ണമാണ് ഒരു മാറ്റിലേക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ ലൈനിങ് പീസ് വന്നിട്ട് ഒരെണ്ണമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 പീസ് ഓഫ് ക്ലോത്ത് ഒരു മാറ്റിലേക്ക് തന്നെ ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുന്നത് ലൈനിങ്ങിലേക്കാണ്. അപ്പോൾ ഈ ഒരു 4 ലൈനിങ് പീസിലേക്കും ഞാനിതാ ക്യാൻവാസും കൂടെ അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 4 പീസ് വന്നിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 ലൈനിങ് പീസിലേക്കും ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം ഷേപ്പിലാണ് ഇതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഫെയർ പീസിൻ്റെ മിഡിലേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ലൈനിങ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫെയർ പീസും അതർ എൻഡിൽ ലൈനിങ് പീസും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റിന് അത്യാവശ്യം തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്യാൻവാസ് മിഡിലിൽ വെച്ചതിന് ശേഷം 2 സൈഡിലായിട്ട് ഫെയർ പീസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ആദ്യം ഒരു ഫെയർ പീസ് എടുക്കുക. അതിൻ്റെ റോങ് സൈഡിലേക്ക് നമ്മൾ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫെയർ പീസ് ഒന്നും കൂടെ ലൈനിങ്ങിലേക്ക് റോങ് സൈഡ് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ 2 ഫെയർ പീസും അതിൻ്റെ റോങ് സൈഡ് ലൈനിങ്ങിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി 3 പീസും അറ്റാച്ച്ഡ് ആവുന്ന രീതിയിൽ ഫുൾ ഷേപ്പിൽ തന്നെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് മിഡിലായിട്ട് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് വരുന്ന രീതിയിൽ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ മാത്രം അറ്റാച്ച്ഡ് ആക്കി എടുക്കുന്ന രീതിയിൽ മാത്രമാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഫെയർ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്യാൻവാസാണ്. പിന്നെ അതർ എൻഡിൽ ഒരു ഫെയർ പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് കാണുന്ന സൈഡിലേക്കാണ് 2 ഫെയർ പീസിൻ്റെയും കറക്റ്റ് സൈഡ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് മാച്ചായിട്ടുള്ളൊരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ക്രോസ് ലൈൻസ് നമ്മുടെ ക്ലോത്തിൻ്റെ ക്രോസ് പീസ് വരില്ലേ, ആ ഒരു അങ്ങനെ ഒരു 1.5 ഇഞ്ച് വരുന്ന വിഡ്ത്ത് വരുന്ന രീതിയിൽ കുറച്ച് ക്രോസ് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിങ് നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് നീറ്റാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും.
അപ്പോൾ സാധാരണ ആൾക്കാർ ക്രോസ് പീസ് നമ്മൾ സ്ട്രെയിറ്റ് പീസാണ് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ റിങ്കിൾസ് കാര്യങ്ങൾ വരാനും നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് ഫിനിഷായി കിട്ടാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇതുപോലെ അറ്റാച്ചും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രോസ് പീസ് വെച്ചിട്ട് ലൈനിങ്ങും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സീം അലവൻസ് ലീവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പൈപ്പിംഗ് കൊടുക്കുന്നത്. അപ്പോൾ അധികം തിന്നായിട്ടല്ല, കുറച്ചൊരു വിടത്തിലുള്ള പൈപ്പിംഗ് ആണ് നമ്മൾ ഈ ഒരു മാറ്റിനായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അലവൻസ് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫെയർ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സാധാരണ പൈപ്പിംഗ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഫോൾഡ് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് സൈഡില്ലേ നമ്മുടെ ഫെയർ സൈഡ് അതിലേക്ക് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് കൊടുക്കാൻ നേരത്ത് നമ്മുടെ പൈപ്പിങ്ങിലേക്ക് സ്റ്റിച്ച് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പൈപ്പിങ്ങിൽ സ്റ്റിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അൺഫിനിഷ്ഡ് ലുക്കായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈപ്പിങ്ങിൻ്റെയും നമ്മുടെ ഫെയർ ക്ലോത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു പോർഷനില്ലേ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്യാപ്പിലേക്ക് വേണം നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ സ്റ്റിച്ചും കൂടെ വരാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മാറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി മാറ്റ്സും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമ്മൾ 3 ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു മാറ്റ് പീസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡറിലൂടെ ഞാൻ പൈപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ചെയ്യാനായിട്ട് ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതുപോലെ ഫെയർ സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഫെയർ സൈഡിലേക്കൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ആ ഒരു പൈപ്പിംഗ് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ബാക്കി എല്ലാ പീസും സെയിം വേയിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 4 മാറ്റ് പീസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയണും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാബിലേക്കാണ് നമ്മൾ മാറ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഫൈനൽ ലുക്കും കൂടെ കാണുന്നതിന് മുമ്പ് ഈ ഒരു ടാബിലും കൂടെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് മാറ്റ് വിരിച്ചിട്ട് നമ്മൾ സെർവിങ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് മാറ്റിൻ്റെ യൂസേജാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.